പ്രിയപ്പെട്ടവരെ, ഞങ്ങളോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നൊരു കാര്യം, ഈ കൊടും വേനലിൽ ഗൾഫിൽ കഴിയുമ്പോൾ ഒരല്പം ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതി നാട്ടിലെ കുളിർമ, മഴ, ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് അവധിക്ക് പോകുന്ന നമ്മൾ പ്രവാസികൾ നാട്ടിൽ ചെന്നിട്ട് വാഹനങ്ങളുമായി ആ സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ കട്ട ഇരുട്ട്, നല്ല കടുത്ത മഴ, ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുള്ള റോഡപകടങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് പറയുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്നതാണ്. ദുബായിൽ കഴിഞ്ഞ 13 വർഷമായിട്ടൊരു കമ്പനിയിൽ ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്ന ഷാഫിദ് എന്ന ചെറുപ്പക്കാരൻ നാട്ടിൽ ഇതേപോലെ അവധിക്ക് 1 മാസത്തേക്ക് പോയി. ഒരു ബന്ധു വീട്ടിലേക്ക് കുടുംബാംഗങ്ങളെല്ലാം കൂട്ടി 2 വാഹനങ്ങളിലായിട്ട് അവർ തൃശ്ശൂർ കേച്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയി. സന്തോഷത്തോടുകൂടി ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ പാതിരാത്രിയിൽ ഒരു സ്ഥലത്ത് കാർ നിർത്തി അവർ ചായ കുടിച്ചു. എന്നിട്ട് വീണ്ടും വാഹനത്തിൽ തുടർന്ന് മുന്നോട്ട് പോകവേ ഒരു അരമണിക്കൂറിനിടയിൽ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയിലേക്ക്, അതും കട്ട ഇരുട്ടായിരുന്നു, നല്ല മഴയായിരുന്നു, പുറത്ത് വ്യക്തമായ കാഴ്ചയൊന്നുമില്ല, ഈ സമയത്ത് ഈ വാഹനം പോയി ഇടിക്കുകയും ആ കാറിലുണ്ടായിരുന്ന ഷാഫിദും ഭാര്യയും മരണമടയുകയും ചെയ്തു. ഒരു അരമണിക്കൂർ മുമ്പ് ചായ കുടിക്കാൻ നിർത്തിയില്ലേ, അവിടെ വെച്ച് അവരുടെ 6 വയസ്സുള്ള മകൾ മറ്റേ വണ്ടിയിലേക്കും ഒന്ന് മാറിക്കയറി കുടുംബാംഗങ്ങളുടെ കൂടെ കയറി ആ കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ കൊടും വേനൽ വാഹനം ഓടിക്കുന്നവർ നാട്ടിൽ പോയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാലാവസ്ഥ, ഇതിനെയൊക്കെ തരണം ചെയ്യാൻ, അതുപോലെ വാഹനങ്ങളുടെ സൗകര്യങ്ങളും അതിൻ്റെ സിറ്റുവേഷനും അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത്, റോഡിൻ്റെ സൈക്കോളജി മനസ്സിലാക്കണം, നമ്മൾ അസമയത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അതീവ ശ്രദ്ധ പാലിക്കണമെന്ന് ആദ്യമേ തന്നെ പറയട്ടെ. നിരവധി കാര്യങ്ങൾ നമുക്ക് വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ, നമ്മുടെ സുരക്ഷയുടെ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് കാര്യമായിട്ട് നോക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തിരിയുന്നത്. ഇന്ന് ജൂൺ 7 എന്ന് പറയുമ്പോൾ യുദ്ധത്തിൻ്റെ 100ാം ദിവസമാണ്. ഇപ്പോൾ സമാധാന ചർച്ചകളൊക്കെ വഴിമുട്ടി നിൽക്കുന്നു. സമാധാനത്തിൻ്റെ പ്രതീക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരീക്ഷകർ വരുന്നു. അതിൻ്റെ കാരണമായി പറയപ്പെടുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഈ യുദ്ധത്തിൽ ഇടപെട്ട സൈനികരെ മേഖലയിൽ നിന്ന് ഒരു കാരണവശാലും ഇപ്പോൾ പിൻവലിക്കുന്നില്ല. ഇറാൻ ഈ ഭാഗത്ത് ഇതേക്കുറിച്ച് പറയുന്നത്, ഒരു പ്രാവശ്യം അമേരിക്ക ഒന്ന് പറയും, പിന്നെ അല്പം കഴിഞ്ഞ് മാറ്റി പറയും, പരസ്പര വിരുദ്ധമായിട്ട് പറയും, വിശ്വസിക്കാൻ വയ്യ. അതുകൊണ്ട് ചർച്ചകളൊന്നും ഇപ്പോഴില്ല. അമേരിക്കൻ പ്രസിഡന്റ് NBC എന്ന ചാനലിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ്റെ വിദേശ സ്വത്തുകളൊന്നും ആ മരവിപ്പിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിൻവലിക്കുന്നതോ അത് റദ്ദാക്കുന്നതോ ആ നടപടി ഇപ്പോൾ ആലോചിക്കുന്നത് തന്നെ ഇല്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കരാറ് കഴിഞ്ഞതിന് ശേഷം മാത്രം. അതുപോലെ ഉപരോധം പിൻവലിക്കാനും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല, അതും കരാറ് കഴിഞ്ഞ് മാത്രം ആലോചിക്കും. ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത മേധാവി മുജ്തബ ഖാമിനിയെക്കുറിച്ച് ട്രംപ് പറയുന്നത്, അതീവ ഗുരുതരാവസ്ഥയിൽ പരുക്ക് പറ്റി മുജ്തബയ്ക്ക്, എവിടെയാണ് കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സൂചനയുണ്ട്, പക്ഷേ ഇപ്പോൾ പറയില്ല, പറഞ്ഞുകൂടാ എന്നാണ് പറയുന്നത്. എന്നാൽ മുജ്തബ നേരത്തെയുള്ള മേധാവിമാരെക്കാൾ കടുത്ത നിലപാടുകാരനാണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് ട്രംപ് ഇപ്പോൾ പറയുകയാണ്. യുദ്ധത്തിൽ ട്രംപിൻ്റെ പാർട്ട്ണറായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ കുറിച്ചും ട്രംപിന് അഭിപ്രായമുണ്ട്. പല കാര്യങ്ങളിലും ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും 47 വർഷമായി ഇറാൻ ഭരിക്കുന്ന ഭരണകൂടം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെതിരെയുള്ള നിലപാടിൽ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് പോകുന്നവരാണ് എന്ന കാര്യം ലോകം അറിയണമെന്നും ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുകയാണ്. യുദ്ധവുമായി നേരിട്ട് ബന്ധമില്ലാത്തതും പരോക്ഷമായി ബന്ധമുണ്ടാകാൻ സാധ്യതയുള്ളതുമായ ഒരു കാര്യം വളരെ പ്രാധാന്യത്തിൽ അമേരിക്ക ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് CNN പുറത്തുവിടുന്നത് എങ്ങനെയാണ്, അമേരിക്ക പുതിയൊരു റെസല്യൂഷൻ കൊണ്ടുവരികയാണ്. അതായത് IAEA എന്ന പ്രസ്ഥാനത്തോട് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെടണം, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇറാനിൽ പോയി ഇപ്പോഴത്തെ ആണവ സൈറ്റുകൾ, ഇപ്പോഴത്തെ ബോംബ് കേന്ദ്രങ്ങൾ, ഇതൊക്കെ എങ്ങനെയുണ്ട്, നേരത്തെ ബോംബിട്ട് നശിപ്പിച്ച സ്ഥലങ്ങൾ അവിടെയൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇരിക്കുന്ന സ്ഥലം എങ്ങനെയാണ്, അവിടെ യുറേനിയം ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ IAEA എന്ന പ്രസ്ഥാനത്തിന് അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ ഇറാനെ നിർബന്ധിക്കുന്ന ഒരു പ്രമേയമാണ് ഇപ്പോൾ അമേരിക്ക കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാൻ വീണ്ടും വാതിലുകൾ തുറന്നു കൊടുത്തേ പറ്റൂ എന്ന് 35 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് IAEAയോട് പറയുകയും ഇറാനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കണമെന്നാണ് അമേരിക്ക ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഹോർമൂസ് കടലിടുക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ ശക്തമായ നിരീക്ഷണം ഇപ്പോഴും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള റഡാറുകൾ, അവിടെ നിന്നുള്ള ഡ്രോണുകൾ, ഇതൊക്കെ പറന്നു നിൽക്കുന്നു. ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി അമേരിക്കയുടെ സൈനികരുണ്ട്. 2 ഡ്രോണുകളെ ഈ മേഖലയിൽ തന്നെ
ഇന്ന് അമേരിക്കൻ സേന വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്തുള്ള പല റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു. മിസൈൽ കേന്ദ്രങ്ങളെ, എനർജി കേന്ദ്രങ്ങളെ ആക്രമിച്ചിരുന്നു. അതേ തുടർന്ന് ചില ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം വന്നിരുന്നു. അങ്ങനെ ആ സംഘർഷാവസ്ഥ അയവൊന്നും കൂടാതെ ഇപ്പോഴും തുടരുക തന്നെയാണ്. അതിനിടയിൽ കൂടുതൽ പ്രിസൈസ്ഡ് ആയിട്ടുള്ള, സൂക്ഷ്മമായിട്ടുള്ള ആക്രമണങ്ങൾ ലെബനോന് മേൽ നടത്തണമെന്ന കാര്യത്തിൽ അമേരിക്ക ഇസ്രയേലിന് ഉപദേശം കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയും ഇന്ന് ഈ ജൂൺ 7 യുദ്ധത്തിൻ്റെ 100-ാം ദിവസം എത്തുകയാണ്. യുദ്ധം കാരണം എണ്ണവില നമ്മുടെ പിടിയിൽ നിന്നൊക്കെ കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനികൾ ഇക്കൊല്ലം വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കരുതെന്നാണ് അയാട്ട എന്ന പ്രസ്ഥാനം നൽകുന്നൊരു മുന്നറിയിപ്പ്. 2025 ഏതാണ്ടൊരു $45 ബില്യൺ നെറ്റ് പ്രോഫിറ്റായിട്ട് 370 വിമാന കമ്പനികൾക്കും കൂടി കിട്ടിയതെങ്കിൽ ഇത്തവണ അതിൻ്റെ പകുതിയിൽ താഴെയായിരിക്കാം ഈ വർഷം കിട്ടാൻ പോകുന്ന നെറ്റ് പ്രോഫിറ്റ് എന്നാണ് മുന്നറിയിപ്പ്. എത്ര കണ്ട് ടിക്കറ്റ് നിരക്ക് കൂട്ടിയാലും താതാത്മ്യം പ്രാപിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നും അയാട്ട മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്നലെ ജൂൺ 6 രാത്രി വൈകി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നടൻ, സംവിധായകൻ, കഥാകൃത്ത്, അതിലൊക്കെ വലിയായി ഒരു സ്റ്റേജ് ഷോയുടെ അവതാരകൻ, മിമിക്രിയിലൂടെ കടന്നു വന്ന വ്യക്തിത്വം സലിം കുമാർ എന്ന ദേശീയ ശ്രദ്ധ നേടിയ, അന്താരാഷ്ട്ര വേദികളിൽ പോലും സാന്നിധ്യം കൊണ്ട് പ്രതിഭാവിലാസം തെളിയിച്ച മലയാളി നടൻ സലിം കുമാർ, അദ്ദേഹത്തിൻ്റെ വേർപാട്. അദ്ദേഹത്തെ എല്ലാവരും വിശകലനം ചെയ്യുകയും സഹപ്രവർത്തകർ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മണ്ണിൻ്റെ സ്പർശമുള്ള, മണ്ണിനോട് നേരിട്ട് അതിൻ്റെ ഗന്ധം പറഞ്ഞിട്ടുള്ള ഒരു പച്ച മനുഷ്യൻ, കർഷകൻ എന്നതുകൂടി എഴുതി ചേർക്കുകയാണ്. ഏതായാലും ആ കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖമനുഭവിക്കുന്ന എല്ലാവർക്കും ഞങ്ങളും അനുശോചനം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.